ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുര തരംഗം. അഞ്ചൽപ്പെട്ടി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും മറുമൊഴിയും. പ്രിയ ജൻവാണി ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ അഞ്ചൽപ്പെട്ടി പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സാദരം സ്വാഗതം. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും അഞ്ചൽപ്പെട്ടിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചില പരിപാടികൾ ചില പ്രത്യേക ദിവസങ്ങളിൽ ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടല്ലേ? അതെ. അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് ഒരു പക്ഷേ ശ്രോതാക്കൾക്ക് ലഭിച്ചു കാണുന്നില്ല എന്നത് ശ്രോതാക്കളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഒരു പ്രത്യേക നിർദ്ദേശം തന്നിരിക്കുന്നു. 2 പരിപാടികളെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കണം എന്നതാണ് ആ നിർദ്ദേശം. ശ്രദ്ധിക്കുക, തിങ്കളാഴ്ച രാവിലെ 7:05 സാംസ്കാരിക ലോകം പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ എല്ലാ തിങ്കളാഴ്ചകളിലും സാംസ്കാരിക ലോകമുണ്ടല്ലേ? അതെ. രാവിലെ 7:05. അതുപോലെ തിങ്കളാഴ്ചകളിലാണല്ലോ നമ്മുടെ ഈ അഞ്ചൽപ്പെട്ടി. അഞ്ചൽപ്പെട്ടി കേൾക്കാൻ സാധിച്ചില്ല എന്നൊക്കെ ചില ശ്രോതാക്കൾ വിളിക്കും 12 മണി കഴിയുമ്പോൾ. പക്ഷെ അവർക്കറിയില്ല അഞ്ചൽപ്പെട്ടിയുടെ പുനഃപ്രക്ഷേപണം വൈകിട്ട് 7 മണിക്കുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, അഞ്ചൽപ്പെട്ടി പരിപാടി തിങ്കളാഴ്ചകളിൽ ഉച്ചക്ക് 12 മണിക്ക്, അതിൻ്റെ പുനഃപ്രക്ഷേപണം വൈകിട്ട് 7 മണിക്ക്. അപ്പോൾ ഉച്ചക്ക് കേൾക്കാൻ കഴിയാത്ത ശ്രോതാക്കൾ ബേജാറാവേണ്ടതില്ല. ഉച്ചക്ക് കേൾക്കാൻ കഴിയാത്ത ശ്രോതാക്കൾക്ക് അത് വൈകിട്ട് 7 മണിക്ക് കേൾക്കാവുന്നതാണ് അല്ലേ? അതുപോലെ പ്രധാന ദിവസങ്ങളിൽ രാവിലെ 8:30 ഓപ്പൺ സ്പേസ് എന്ന വൈജ്ഞാനിക പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. വൈജ്ഞാനിക വിഷയങ്ങളാണ് ഓപ്പൺ സ്പേസ് കൈകാര്യം ചെയ്യുന്നത്. ചില കുറിപ്പുകൾ, ചില പ്രഭാഷണങ്ങൾ, മറ്റ് സംഭാഷണങ്ങളൊക്കെ ഈ ഓപ്പൺ സ്പേസിലുണ്ടാകും. എല്ലാ ദിവസങ്ങളിലും ഇല്ല, ചില പ്രധാന ദിവസങ്ങളിൽ രാവിലെ 8:30 അല്ലേ? കൂടുതൽ എന്തെങ്കിലും ക്രമീകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അഞ്ചൽപ്പെട്ടിയിൽ ശ്രോതാക്കളെ അറിയിക്കാവുന്നതാണ്. കാര്യം, ഈ അഞ്ചൽപ്പെട്ടിയിൽ എഴുത്തുകൾ വായിക്കുന്നു, നമ്മൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതിലുപരി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു എന്ന് ചില ശ്രോതാക്കൾ പറയാറുണ്ട്. അതുകൊണ്ട് നമുക്കിനി ആ ഒരു ചെറിയ മാറ്റം ഇതിൽ ഉൾപ്പെടുത്തണം അല്ലേ? നിലയം സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഒരുപക്ഷെ വീണ്ടും അറിയിക്കേണ്ടുന്ന അറിയിപ്പുകളുണ്ടാകും. അതുകൂടി അഞ്ചൽപ്പെട്ടിയിൽ ഉൾപ്പെടുത്തിയാൽ ശ്രോതാക്കൾക്ക് അത് ഏറെ ഉപകാരപ്രദമായിരിക്കും. പ്രത്യേകിച്ച് പുതിയ ശ്രോതാക്കൾക്ക് അത് കേൾക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമുണ്ടാകും. അപ്പോൾ അത് നമ്മൾ ചെയ്യാത്തത് നമുക്കതിനെക്കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് എഴുത്തുകൾ വായിക്കാനുള്ള സമയം ഇത് പരിമിതപ്പെടുത്തുമോ എന്ന ഒരു ഭയമുള്ളതിനാലാണ് അല്ലേ? ശ്രോതാക്കൾ ഏറെ എഴുത്തെഴുതി കഴിഞ്ഞാൽ നമുക്കത് വായിക്കണമല്ലോ. അതാണല്ലോ അഞ്ചൽപ്പെട്ടിയുടെ ഒരു ദൗത്യം. അപ്പോൾ നമ്മുടെ അറിയിപ്പുകൾ കൂടി ഇതിൽ വരുമ്പോൾ അറിയിപ്പുകളും ഈ ശ്രോതാക്കളുടെ കത്തുകൾക്കും എല്ലാം തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ചെറിയ മാറ്റം നമുക്ക് അഞ്ചൽപ്പെട്ടിക്ക് വരുത്തേണ്ടതുണ്ട് അല്ലേ? ഏതായാലും നമുക്ക് ഇന്നത്തെ അഞ്ചൽപ്പെട്ടിയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കാം. എല്ലാം പ്രധാനമാണ്, എങ്കിലും ശ്രോതാക്കളുടെ കത്തുകളാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ എൻ്റെ കയ്യിൽ 2 കാർഡുണ്ട്. അവിടെ ഉണ്ടോ കാർഡുകൾ? ഒരു കാർഡുണ്ട്. ഓ, ഒന്നുണ്ടല്ലോ, നോക്കാം. ആദ്യത്തെ കാർഡ് വായിക്കാം. പ്രിയ ജൻവാണിക്ക് അഞ്ചൽപ്പെട്ടിയിലേക്കുള്ള കത്ത്. ജൻവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ മിക്കതും സമയം കിട്ടുമ്പോഴെല്ലാം കേട്ട് ആസ്വദിക്കുന്നു. എൻ്റെ ഉച്ചപ്പാട്ടിലെ ഗാനങ്ങൾ കേട്ട് അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ശ്രീ കോട്ടയം ബാബു അയച്ച കത്ത് വായിച്ചു കേട്ടു. അദ്ദേഹത്തിന് എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ജൻവാണി പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും കേൾക്കാൻ വളരെ കൗതുകമുള്ളവയാണ്. ഗാനമഞ്ജരി, സുവർണസ്മൃതികൾ, രാക്കിളിപ്പാട്ട് മുതലായ പരിപാടികൾ ഏറെ ഹൃദ്യമാണ്. പഴയ ഗാനങ്ങൾ കേട്ട് ആനന്ദിക്കുകയാണ്. ജൻവാണിക്കും അവതാരകർക്കും നന്ദി. വിഷു വരികയാണ്. നേരത്തെ തന്നെ വിഷു ആശംസകൾ ജൻവാണിക്കും എല്ലാ ശ്രോതാക്കൾക്കും നേർന്നുകൊണ്ട് നിർത്തട്ടെ. സസ്നേഹം, രവീന്ദ്രൻ ചമ്പാട്. ഇവിടെ ഇപ്പോൾ പഴയകാല ഗാനങ്ങളുടെ ഒരു ആസ്വാദകനാണ് രവീന്ദ്രൻ ചമ്പാട്. അദ്ദേഹത്തിൻ്റെ ഉച്ചപ്പാട്ടിൽ മിക്കവാറും പഴയകാല ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെ മറ്റ് പല ശ്രോതാക്കൾക്കും പഴയകാല ഗാനങ്ങൾ ഇഷ്ടമാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഉച്ചപ്പാട്ടിനെ കുറിച്ച് മറ്റൊരു ശ്രോതാവ് ഒരു കത്തയച്ചിരുന്നു. അത് നമ്മൾ വായിച്ചിരുന്നു. അപ്പോൾ ആ വായിച്ചത് കേട്ട് ആ ശ്രോതാവിന് ഒരു പ്രത്യേക നന്ദി അറിയിക്കും. അതൊരു മര്യാദ, ഒരു സുജന മര്യാദ അല്ലേ? നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം. അദ്ദേഹത്തിൻ്റെ ഉച്ചപ്പാട്ടിനെ കുറിച്ച് മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു പ്രത്യേകമായ ഒരു കുറിപ്പ് എഴുതി അയച്ചത് കോട്ടയം ബാബുവാണ് അല്ലേ? അപ്പോൾ കോട്ടയം ബാബുവിന് ഒരു നന്ദി
രവീന്ദ്രൻ ചമ്പാടും അർപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് രണ്ടും അന്യോന്യം കൈമാറുന്ന ഒരു മീഡിയേറ്റർ മാത്രം അല്ലേ. അതെ. ഏതായാലും നന്നായി. രവീന്ദ്രൻ ചമ്പാടിൻ്റെ കത്തുകൾ ഇനിയും വരണം. അദ്ദേഹത്തിൻ്റെ ഉച്ചപ്പാട്ടുള്ള സാന്നിധ്യം ഏറെ പേർക്കും വളരെ സന്തോഷകരമായി. കാരണം അദ്ദേഹം തിരഞ്ഞെടുത്ത ഗാനങ്ങളെല്ലാം വളരെ നല്ല ഗാനങ്ങളായിരുന്നു എന്നവർ പറഞ്ഞു. ഇനിയിപ്പോൾ മറ്റൊരു കത്തുണ്ട്. ജൻവാണി 90.8 FM എല്ലാ സ്റ്റാഫിനും ജൻവാണിക്കും ജൻവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദ്യമായ സമ്പൽ സമൃദ്ധമായ ഐശ്വര്യമായ സ്നേഹസമ്പന്നമായ വിഷു ആശംസകൾ. ആരാണ് ഇത്രയും നല്ല ആശംസകൾ അയച്ചത് എന്ന് നോക്കണ്ടേ? അതെ. PM വാസുദേവൻ നമ്പൂതിരി, പാർവതി അന്തർജനം, പ്രസീത ജയേഷ് നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി, അമൃത നാരായണൻ, ശ്രീദേവി, ശ്രീഹരി, നിഹാരിക മോൻ, പെരുമ്പള്ളി മന, PO മുളന്നൂർ, ഒറ്റപ്പാലം, പാലക്കാട് ജില്ല. ആരാണെന്ന് മനസ്സിലായില്ല? അതെ, അതെ. ഒരാളല്ല, ഒരു ഒരുപാട് പേരുണ്ട്. അതെ. ഒരു കുടുംബം, സകുടുംബം അല്ലേ? സകുടുംബം സസ്നേഹം ആശംസകൾ നേർന്നിരിക്കുന്നു. ആ ആശംസകൾ നമ്മൾ ഇവരുദ്ദേശിച്ച എല്ലാവർക്കുമായി ഇതിലൂടെ കൈമാറുന്നു അല്ലേ? അതെ. ചൂടോടെ കൈമാറുന്നു. ഒപ്പം ശ്രീ വാസുദേവൻ നമ്പൂതിരിയെ അതുപോലുള്ള മറ്റുള്ളവരെയും ഇവിടെ പേരെടുത്ത് പരാമർശിച്ച ആളുകളെ ശ്രോതാക്കളെ അറിയിക്കുവാനുള്ളത് ആശംസകൾ കിട്ടി, സന്തോഷം, അതറിയിച്ചു. ഒപ്പം പരിപാടികളെ കുറിച്ചുള്ള കത്തുകളും അയക്കണ്ടേ? അതെ. അഞ്ചൽപ്പെട്ടി ഒരു വേദിയാണ്. ആ വേദിയിലൂടെ നമ്മൾക്ക് പരിപാടികളെ കുറിക്കുന്ന അവലോകനങ്ങൾ അത് അറിയിക്കാനുള്ള ഒരു സമയം. അതെ, പരിപാടിയെ കുറിച്ചുള്ള ഒരു കത്ത് അദ്ദേഹം അയച്ചിട്ടുണ്ടോ? എന്റെ കയ്യിലുള്ളത്. ഇനി അതേക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു കത്ത് കൂടിയുണ്ട്, ആശംസാ കത്ത് മാത്രമല്ല അല്ലേ? അതെ. അതൊന്ന് വായിച്ചോളൂ. അഞ്ചൽപ്പെട്ടിയിലേക്ക് നിത്യവും സന്ധ്യാവന്ദനത്തിന് ശേഷം ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കുട്ടികൾക്കായി പ്രക്ഷേപണം ചെയ്യുന്ന കഥ പറയൽ വളരെ നന്നാവുന്നുണ്ട്. ആ പരിപാടിയിൽ നിന്ന് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ല നല്ല സന്ദേശങ്ങളാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥാന്വേഷണം, പുരാണം, ചരിത്രം, പഞ്ചതന്ത്രം, വടക്കൻ പാട്ട് എന്നീ മേഖലകളിൽ കൂടി വ്യാപിപ്പിക്കണം. PM വാസുദേവൻ നമ്പൂതിരി, മുളന്നൂർ, ഒറ്റപ്പാലം. ഏതായാലും ശ്രീ വാസുദേവൻ നമ്പൂതിരിയോടും കുടുംബത്തോടും കത്തുകൾ അയക്കണം എന്ന് മുന്നേ പറഞ്ഞത് പിൻവലിക്കാം അല്ലേ? കത്തുകൾ അയച്ചിട്ടുണ്ട്. ആ കത്ത് നമ്മൾ പരിഗണിച്ചില്ല. ഏതായാലും വാസുദേവൻ നമ്പൂതിരിയുടെ കത്തൊക്കെ കിട്ടിയിട്ട് കുറച്ചു കാലമായി അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നിയത്. ഏതായാലും കത്ത് കൂടി അയച്ചു. വളരെ സന്തോഷം ശ്രീ വാസുദേവൻ നമ്പൂതിരി. താങ്കൾ കുടുംബത്തെയും ഉൾക്കൊള്ളുന്നു. താങ്കൾ സകുടുംബമാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. റേഡിയോ ശ്രോതാക്കളാണ് കുടുംബാംഗങ്ങളെല്ലാം എന്ന് മനസ്സിലായി. അപ്പോൾ കുടുംബാംഗങ്ങളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതുകൂടി എഴുത്തിൽ ഉൾക്കൊള്ളിക്കണം എന്ന് വാസുദേവൻ നമ്പൂതിരിയെ വിനയത്തോടെ ഉണർത്തുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കത്തുകൾ മൊബൈലിലേക്ക് നോക്കാം അല്ലേ? മൊബൈലിൽ ആദ്യം ശ്രീ പ്രേമൻ കൂത്തുപറമ്പിൻ്റെ എഴുത്താണുള്ളത്. ഏപ്രിൽ 2-ാം തീയതിയിലെ രാക്കിളിപ്പാട്ടുകളെ കുറിച്ചാണ് പ്രേമൻ പ്രതികരിച്ചിട്ടുള്ളത്. യാമിനി മണ്ഡപങ്ങൾ, കർപ്പൂര ദീപത്തിൻ്റെ കാന്തിയിൽ തുടങ്ങിയ എല്ലാം നല്ല ഗാനങ്ങളെന്നാണ് പ്രേമൻ പറയുന്നത്. അതുപോലെ ഏപ്രിൽ 3-ന്റെ ദിനവൃത്താന്തം, അന്നത്തെ ദിനവിശേഷങ്ങളെക്കുറിച്ച് പ്രേമൻ പ്രതികരിക്കുന്നു. ദിനവിശേഷങ്ങൾ എടുത്തു പറയുന്നു. 3-ന് ഗാനമഞ്ജരിയെക്കുറിച്ചും പ്രേമൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഗാകുൽത്താമലകളെ, മരങ്ങളെ, മുൾച്ചെടികളെ, സത്യനായക, മുക്തിദായക, പുൽത്തൊഴുത്തിൽ തുടങ്ങിയ ഗാനങ്ങൾ ദുഃഖവെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട ഗാനങ്ങളായിരുന്നു എന്ന് പ്രേമൻ എടുത്തു പറയുന്നു. അതുപോലെ 3-ാം തീയതി ഹിന്ദി ഗസലുകൾ, ഉച്ചപ്പാട്ട് എല്ലാം ഇഷ്ടപ്പെട്ട ഗാനങ്ങളായിരുന്നു എന്നാണ് പ്രേമൻ പറയുന്നത്. 4-ാം തീയതിയിലത്തെ ദിനവൃത്താന്തം പ്രേമൻ്റെ പരാമർശത്തിന് വിധേയമായിട്ടുണ്ട്. അതുപോലെ 4-ാം തീയതിയിലെ ഗാനമഞ്ജരി, സ്വന്തം എന്ന പദം എന്ന ചിത്രത്തിലെ ഗാനങ്ങളായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. എല്ലാം നല്ല ഗാനങ്ങൾ എന്ന് പ്രേമൻ സാക്ഷ്യപ്പെടുത്തുന്നു. 5-ാം തീയതിയിലെ ഗാനമഞ്ജരി, യേശുനായക ദേവ സ്നേഹഗായക, യെരൂശലേമിലെ സ്വർഗദൂത യേശുനാഥ തുടങ്ങിയ ഗാനങ്ങൾ പ്രേമൻ പറയുന്നു. എല്ലാം ഈസ്റ്റർ ദിനത്തിൽ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോരോ ദിനങ്ങളിലെയും പ്രത്യേകതകൾക്കനുസരിച്ച് അന്നത്തെ ഗാനങ്ങൾ എടുക്കുവാൻ അവതാരകർ ശ്രദ്ധിക്കുന്നു അല്ലേ? ഈസ്റ്റർ ദിനത്തിൽ വിശേഷാൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഗാനങ്ങളൊക്കെ ഉൾപ്പെടുത്തി എന്നുള്ളതിലുള്ള ശ്രോതാക്കളുടെ സന്തോഷമാണ് പ്രേമനിയുടെ പ്രതികരിച്ചിരിക്കുന്നത്. 5-ാം തീയതി ആൽബം സോങ്സ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല ആൽബം ഗാനങ്ങൾ എന്നാണ് പ്രേമൻ പറയുന്നത്. അതുപോലെ 6-ന്റെ ദിനവൃത്താന്തം, 6-ലെ ഗാനമഞ്ജരി, ഞാൻ ഏകനാണ് എന്ന പടത്തിലെ പാട്ടുകൾ എല്ലാം ഇഷ്ടഗാനങ്ങളായിരുന്നു എന്ന് പ്രേമൻ പറയുന്നു. 6-ാം തീയതി സാംസ്കാരിക ലോകം കേട്ടു. പ്രേമൻ അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. സാംസ്കാരിക ലോകത്തിൽ രമ്യ രതീഷ് എഴുതി തയ്യാറാക്കിയ എബ്സ്ട്രാക്ട് ലൈസൻസ് എന്ന കഥ വളരെ നന്നായിരുന്നു എന്നാണ് പ്രേമൻ പറയുന്നത്. ഏതായാലും ഇത് കഥാകത്തിനാണ് ഇത് പോകേണ്ടത് അല്ലേ? ഏതായാലും ഈ അഭിനന്ദനങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ കഥാകത്തിന് കൈമാറുന്നു. അത് എബ്സ്ട്രാക്ട് ലൈസൻസ് എന്നായിരുന്നു കഥയുടെ പേര്. 6-ാം തീയതി രാക്കിളിപ്പാട്ടുകൾ, പുഴപാടും ഈ നാട്ടിൽ,
ഏതോ ഒരു പൊൻകിനാവായി, ഋതുഭേദ കൽപ്പന, ചാരുത ജാതീയ തുടങ്ങിയ ഗാനങ്ങൾ എല്ലാം സൂപ്പർ ഗാനങ്ങൾ എന്നാണ് പ്രേമൻ സാക്ഷ്യപ്പെടുത്തുന്നത്. 7-ാം തീയതിയിലെ ദിനവൃത്താന്തത്തെക്കുറിച്ച് പതിവ് പോലെ പ്രേമൻ പ്രതികരിച്ചിട്ടുണ്ട്. 7-ാം തീയതി ഓപ്പൺ സ്പേസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പരിപാടിയാണ് അല്ലേ. ആ ഓപ്പൺ സ്പേസിൽ ലോക ആരോഗ്യ ദിനത്തിൽ ശാസ്ത്രീയമായി ആരോഗ്യത്തെ നേരിടുക എന്ന സന്ദേശത്തിലൂടെ RJ നടത്തിയ സംഭാഷണം ശ്രദ്ധേയമായി എന്നാണ് പറയുന്നത്. പ്രേമന്റെ എഴുത്തിൽ എല്ലാ പരിപാടികളെയും ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അല്ലേ. ചിലരൊക്കെ ചില പാട്ട് പരിപാടികളെ കുറിച്ച് മാത്രം പ്രേമൻ അങ്ങനെയല്ല, എല്ലാ പരിപാടികളും ശ്രദ്ധേയമായ പരിപാടികളെ കുറിച്ച് അഭിപ്രായം പറയുന്നു. അത് മറ്റു ശ്രോതാക്കൾക്കും തുടരാവുന്ന ഒരു മാതൃകയാണ് അല്ലേ. ഏതായാലും 7-ാം തീയതി ഗാനമഞ്ജരി, ആദ്യത്തെ അനുരാഗം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് എല്ലാം ഹിറ്റായ ഗാനങ്ങൾ എന്നാണ് പ്രേമൻ പറയുന്നത്. അതുപോലെ 7-ാം തീയതിയിലെ ആൽബം സോങ്സ് എല്ലാം നല്ല ഗാനങ്ങൾ എന്നാണ് പ്രേമൻ പറഞ്ഞത്. ഇനിയിപ്പോ വായിച്ചോളൂ. അടുത്ത കത്ത്. പൊട്ടു തൊട്ടിട്ടില്ല ഞാൻ പെരിയാറെ പെരിയാറെ, ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന മുത്തശ്ശി കഥ പറഞ്ഞുറക്കാം. പറക്കും തളികയിൽ എന്നിങ്ങനെ ഒരു തലമുറയെ സിനിമ കാണാൻ പ്രേരിപ്പിച്ച സിനിമാ ഗാനങ്ങൾ കേൾക്കാൻ മോഹിപ്പിച്ച ഗാനങ്ങളായിരുന്നു ഇവയെല്ലാം. ഇന്നും മനസ്സുകളിൽ തെല്ലും മങ്ങലേൽക്കാതെ തിളങ്ങി നിൽക്കുന്ന ഗാനങ്ങൾ. AM രാജ, P സുശീല, P ലീല മുതലായ അനുഗ്രഹീത ഗായകർ പാടിയ ഈ ഗാനങ്ങൾ 2-ാം തീയതിയിലെ സുവർണ സ്മൃതികളെ അക്ഷരാർത്ഥത്തിൽ സുവർണ സ്മൃതികളാക്കി മാറ്റി. ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളെല്ലാം ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമാക്കി മാറ്റിയ സംഗീത സംവിധായകനാണ് ശ്യാം സാർ. എല്ലാ തലമുറയും ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ, ആരു പാടിയാലും അവ ഹിറ്റുകളാകുന്ന മാജിക്. 6-ാം തീയതി സുവർണ സ്മൃതികളിലെ 12 ഗാനങ്ങളിൽ 8 ഗാനങ്ങളും ഈ സംഗീത പ്രതിഭയുടേതായിരുന്നു. ആസ്വാദനത്തിൽ എല്ലാം ഒന്നിനൊന്നു മേലെ. തുടർച്ചയായി 365 ദിവസം പ്രദർശിപ്പിച്ച ചിത്രത്തിന്റെ വിജയത്തിന് പിന്നിൽ കണ്ണൂർ രാജൻ എന്ന സംഗീതകാരന്റെ ഗാനങ്ങളുടെ പങ്ക് വളരെ വലുതായിരുന്നു. ആ സംഗീത പ്രതിഭയുടെ ഓർമ്മദിനത്തോടനുബന്ധമായി 6-ാം തീയതിയിലെ സുവർണ സ്മൃതികളിൽ കേൾപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേൾക്കാനായി. ഈ സംഗീത പ്രതിഭയെ ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ തെളിയുന്നത് വാർദ്ധക്യ പുരാണത്തിൽ വീണ പാടുമീണമായി എന്ന ഗാനമായിരിക്കും. 6-ാം തീയതി തമിഴ്വാണിയിൽ കേട്ട നല്ല നല്ല നിലം പാർത്ത് ഇമ്പം പൊങ്കും വെണ്ണില, പാടാത്ത പാട്ടെല്ലാം പാടവത്താൾ, റോജാമലരെ രാജകുമാരി എന്നിങ്ങനെ TM സൗന്ദരരാജൻ, PB ശ്രീനിവാസൻ, P സുശീല മുതലായവർ പാടിയ പാട്ടുകളെല്ലാം ഓൾഡ് ഈസ് ഗോൾഡ് എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്നതായിരുന്നു. ശ്രീധരൻ അവണൂരിന്റെ എഴുത്താണിത്. ശ്രീധരൻ അവണൂരിന്റെ എഴുത്തിൽ ഒരു പരിപാടിയെക്കുറിച്ച് മാത്രമല്ല, പല പരിപാടികളെക്കുറിച്ചും എഴുത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതെ, നല്ല ഒരു എഴുത്താണത്. രജനീഗന്ധി അഭിപ്രായം വന്നിട്ടുണ്ട്. അതുപോലെ തമിഴ് വാണി, മറ്റ് ചില പരിപാടികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സുവർണസ്മൃതികളെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് എഴുതിയ ആളെക്കുറിച്ച്, അല്ലെങ്കിൽ കണ്ണൂർ രാജൻ എന്ന സംഗീതകാരനെ ഓർക്കുമ്പോൾ അന്നത്തെ ദിനം കൊടുത്ത പാട്ടുകൾ അല്ലേ. വീണ പാടുമീണമായി, അകതാരിലോതും വിരഹാദ്ര ഗീതമേ, നാളെ നീയൻ താളമായി, നിഴലായി വീണ്ടും നിറദീപ നാളമേ, വീണ പാടുമീണമായി തുടങ്ങിയ ആ ഒരു പാട്ട് അത് ശ്രീധരന്റെ മനസ്സിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അതിന്റെ സംഗീതം കണ്ണൂർ രാജനായിരുന്നു. അത് എഴുതിയത് IS കുണ്ടൂർ എന്നുള്ള ഒരു എഴുത്തുകാരനാണ്. പാടിയത് KJ യേശുദാസ് ആയിരുന്നു. വാർദ്ധക്യ പുരാണത്തിലെ ഗാനം. അപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിന്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച്, ആ പാട്ട് ഉയർത്തുന്ന ഒരു പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഒരു അവബോധം, ഒരു അറിവ്, ഒരു ഓർമ്മ ശ്രീധരനുണ്ടാകുന്നു. ആ ഓർമ്മയും അവബോധവും അറിവും ഒക്കെ ശ്രോതാക്കളുമായി, മറ്റു ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു എഴുതുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഓർമ്മകൾ, നമ്മൾ അങ്ങനെയാണല്ലോ, നല്ല കാര്യം നാലാളോട് പറയണമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ കണ്ണൂർ രാജൻ ഒക്കെ ആ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിലായാലും സിനിമാ രംഗത്ത്, സംഗീത രംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു വ്യക്തിയാണ്, ഒരു സംഗീതജ്ഞനാണ്. അപ്പോൾ ഈ വീണ പാടുമീണമായി എന്നുള്ള ഗാനം അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അതൊക്കെ വലിയ ഒരു അറിവിൻ്റെ, ഈ സിനിമ ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ച് നല്ലൊരു ബോധ്യമുള്ള ഒരു ആസ്വാദകനാണ് ശ്രീധരൻ അവണൂർ. അപ്പോൾ ശ്രീധരൻ അവണൂർ ആ ഒരു ബോധ്യം തൻ്റെ എഴുത്തിലൂടെ മറ്റു ശ്രോതാക്കൾക്കും ജനവാണിയോടും പങ്കുവെക്കുന്നു അല്ലേ. ഏതായാലും നന്നായി ശ്രീധരൻ അവണൂർ, താങ്കളുടെ എഴുത്ത് തുടരുക, എഴുത്തുശീലം തുടരുക, അങ്ങനെ ധന്യമാക്കുക ഈ അഞ്ചൽപ്പെട്ടി പരിപാടിയെ എന്നാണ് അറിയിക്കുവാനുള്ളത്. തുടർന്നും എഴുത്തുകളില്ലേ? എഴുത്തുകളുണ്ട്. വായിച്ചോളൂ. 7-ാം തീയതിയിലെ രാക്കിളി പാട്ടുകൾ, ദേവസന്ധ്യ ഗോപുരത്തിൽ, ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ, പ്രളയ പയോധിയിൽ തുടങ്ങിയ ഒട്ടേറെ നല്ല ഗാനങ്ങൾ കേൾപ്പിച്ചു. രാക്കിളി പാട്ടുകൾ സൂപ്പർ എന്ന് പ്രേമൻ കൂത്തുപറമ്പ് അറിയിച്ചിട്ടുണ്ട്. 8-ാം തീയതിയിലെ ദിനവൃത്താന്തം, ഏപ്രിൽ 8-ാം തീയതിയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചും
ജനന മരണങ്ങളെക്കുറിച്ച് പ്രേമൻ കൂത്തുപറമ്പ് പ്രതിപാദിച്ചിരിക്കുന്നു. 8-ാം തീയതി ഗാനമഞ്ജരിയിൽ കിങ്ങിണി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് പ്രക്ഷേപണം ചെയ്തത്. മാനസലോല, മരതകവർണ്ണ, മലർച്ചോരും മോഹങ്ങളെ, മൗനം പോലും മധുരം, കോകിലെ എല്ലാം നല്ല ഗാനങ്ങളായിരുന്നു എന്ന് പ്രേമൻ കൂത്തുപറമ്പ് അറിയിച്ചിട്ടുണ്ട്. 9-ാം തീയതി ദിനവൃത്താന്തത്തെക്കുറിച്ച് പ്രേമൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ജോൺ മേജർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ദിനം, പി ടി ചാക്കോ, റെനെ ബെറി, മരിയോ ടോറസ് ലോറസ് എന്നിവരുടെ ജന്മദിനം, ഫ്രാങ്ക്ലോയ് റൈറ്റ്, എൽ രാജേശ്വര റാവു, ഐരൂർ സദാശിവൻ തുടങ്ങിയവരുടെ ചരമദിനം, ഇതൊക്കെ പ്രേമൻ്റെ വിശദമായ എഴുത്തിലുണ്ട്. ഈ ചരമദിനങ്ങൾ, ജന്മദിനങ്ങൾ, അതുപോലെ വിശേഷ ദിനങ്ങളൊക്കെ പ്രേമൻ ഓർത്തുവെക്കുന്നു, അറിയിക്കുന്നു. താങ്ക്സ് ഫോർ RJ എന്ന് പറയുന്നു. അതുപോലെ 9-ാം തീയതിയിലെ ഗാനമഞ്ജരി, കരുണ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഗാനമഞ്ജരിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. കരുണ തൻ മണിദീപമേ, മധുരപുരിയൊരു മധുപാത്രം, കൽപ്പതരുവിൻ തണലിൽ, പൂത്തു 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 നിന്നു പൊന്നശോകം തുടങ്ങിയ എല്ലാ ഗാനങ്ങളും ഇഷ്ടഗാനങ്ങളായിരുന്നു എന്നാണ് പ്രേമൻ പറയുന്നത്. 9-ാം തീയതി ഗസലുകൾ. ആ ഗസലുകൾ പ്രേമൻ കേട്ടു. ഒരു നോക്ക് കാണുവാനായി, ഒരു വാക്കു കേൾക്കുവാനായി, പാതിരാവിൻ പാർനിഴലിൽ പാടുവാനായി, പൂവായി കുളിരായി നീ എൻ്റെ ഹൃദയത്തിൽ തുടങ്ങിയ ഗസലുകൾ എല്ലാം ഇഷ്ടഗസലുകൾ എന്നാണ് പ്രേമൻ പറയുന്നത്. ഏതായാലും ഈ ആഴ്ച നമുക്ക് ശ്രോതാക്കളോട് പറയുവാനുള്ളത്, കൈമാറാനുള്ളത് ഒരു വലിയ ആശംസയാണ് അല്ലേ, വിഷു ആശംസകൾ. ഏതായാലും ശ്രോതാക്കൾക്ക് വിഷു ആശംസകൾ നേരുക എന്നൊരു വലിയ കർത്തവ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് വിട്ടുപോകരുതല്ലോ അല്ലേ. അതെ, ഈ ആഴ്ച നമ്മളൊക്കെ വിഷുവിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും നന്മയുടെ, ഒരു ഐശ്വര്യത്തിൻ്റെ വിഷു ആശംസകൾ നമ്മൾ അർപ്പിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നേക്ക് ഈ പരിപാടി ഇവിടെ നിർത്താം അല്ലേ. സമയം ഏതാണ്ടൊക്കെ ആയല്ലോ. വിലാസം പറയാം. യെസ്, വിലാസം പറഞ്ഞോളൂ. അഞ്ചൽ പെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ജൻവാണി 90.8 FM, പാനൂർ 670692. അപ്പോൾ അടുത്ത അഞ്ചൽപ്പെട്ടി വേളയിൽ ഒരുമിക്കുന്നത് വരെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വിട. അഞ്ചൽപ്പെട്ടി സമാപിച്ചു.